സെറ്റ്ലാന അലക്സിവിച്ച്, യുദ്ധഭൂമിയിലെ സ്ത്രീ പോരാളികൾ. ഞങ്ങളുടെ അമ്മയ്ക്ക് ആൺമക്കളുണ്ടായിരുന്നില്ല. 5 പെൺകുട്ടികളായിരുന്നു. യുദ്ധം എന്ന വിളംബരം പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് സംഗീതത്തിൽ അതിയായ വാസനയുണ്ടായിരുന്നു. സംഗീത വിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കണമെന്നായിരുന്നു മോഹം. അതിന് യോജിച്ച ശ്രവണശക്തിയും ഉണ്ടായിരുന്നു. ആ കഴിവ് യുദ്ധരംഗത്ത് പ്രയോജനപ്പെടുമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ലൈസൺ വകുപ്പിലെത്തിയത്. ഞങ്ങളെ അപകടമേഖലയിൽ നിന്ന് ഒഴിപ്പിച്ച് സ്റ്റാലിൻഗ്രാഡിലേക്ക് മാറ്റി. ആ നഗരം ശത്രുസൈന്യം ഉപരോധിച്ചപ്പോൾ മുന്നണിയിലേക്ക് പോകാൻ ഞങ്ങൾ സ്വയം സന്നദ്ധരായി. എല്ലാവരും ഒരുമിച്ച്. അമ്മയെയും 5 പെൺകുട്ടികളും അച്ഛനും അതിനു മുമ്പേ യുദ്ധരംഗത്തെത്തിയിരുന്നു. എല്ലാവർക്കും ഒരേ ആഗ്രഹം, കഴിയുന്നതും വേഗം യുദ്ധരംഗത്തെത്തുക. പേടിയുണ്ടോ? തീർച്ചയായും അത് ഭയാനകമായിരുന്നു. എന്നാലും ഞങ്ങൾ റിക്രൂട്ടിംഗ് ഓഫീസിലെത്തി. അവർ പറഞ്ഞു, വേഗം വലുതാവൂ കുട്ടികളെ, നിങ്ങളിപ്പോഴും കിളുന്തുകളാണ്. അന്ന് ഞങ്ങൾക്ക് 16 17 ആയിരുന്നു പ്രായം. എന്നിട്ടും ഞാൻ വാശി പിടിച്ചു. അവരെന്നെ പട്ടാളത്തിൽ ചേർത്തു. എൻ്റെ കൂട്ടുകാരിക്കും എനിക്കും സ്നൈപ്പർ സ്കൂളിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവൾ പറഞ്ഞു, 2 പേരും ട്രാഫിക് കൺട്രോളർമാർ ആയിക്കോളൂ, വേറൊന്നും പഠിപ്പിക്കാൻ സമയമില്ല. അമ്മ സ്റ്റേഷനിൽ പല ദിവസം കാത്തുനിന്നു. അതുവഴി ഞാൻ തീവണ്ടി കയറി പോകുമെന്ന് കരുതി. അങ്ങനെ ഒരു ദിവസം ഞാൻ വണ്ടി കയറാനെത്തി. അമ്മ എൻ്റെ കയ്യിൽ ഒരു പൊതി തന്നു. അതിൽ ഇറച്ചി ചേർത്ത ഒരു പലഹാരമുണ്ടായിരുന്നു. 1 ഡസൻ കോഴിമുട്ടകളും. പൊതി എന്നെ ഏൽപ്പിച്ചതും അമ്മ തലതിരിഞ്ഞ് താഴെ